ഹായ് ഗായ്സ്, മാർക്കറ്റ് മെഷോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡേറ്റ് 28 ജൂലൈ 2026. സോ ഇന്നലത്തെ മാർക്കറ്റ് ആക്ഷൻ വളരെ സപ്പോർട്ടീവായ ഒരു മാർക്കറ്റ് ആക്ഷൻ ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടത്. സോ ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ്. സോ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഒരു പ്രോപ്പർ ഷെയ്ക്ക് ഔട്ടിന് ശേഷം മുകളിലേക്കൊരു മൂവാണ് കിട്ടിയിരുന്നത്. ബേസിക്കലി ഈ ഒരു ലെവലിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടന്നതിന് ശേഷം ഒരു മൂവ് ടു ദ അപ്സൈഡ് ആണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഈ ഒരു റേഞ്ചിനകത്തേക്കാണ്, അതായത് ഈ ഒരു റെസിസ്റ്റൻസിനും ഈ ഒരു സപ്പോർട്ടിനും ഇടയിലുള്ള റേഞ്ചിനകത്തേക്കാണ് വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റിയും വന്നിരിക്കുന്നത്. സോ വീണ്ടും ഒരു ചോപ്പി എൻവിറോൺമെൻറ്റ് ആവാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഇന്ന് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 0.28% ഡൗൺ ആണ്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. മേ ബി ലെറ്റ് സി ബൈ ദ എൻഡ് ഓഫ് ദ സെഷൻ ഇത് നല്ല സ്ട്രോങ് ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ് കാണാൻ പറ്റാം, നല്ലൊരു സ്ട്രെങ്ത് ടു ദ അപ്സൈഡ് നമുക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂവിങ് ആവറേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഫ്ലാറ്റാണ്. അതായത് ഒരു ട്രെൻഡ് എന്ന സംഭവം മാർക്കറ്റിലില്ല. എല്ലാം ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്, ചോപ്പി മാർക്കറ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റ് ആയിട്ട് എനിക്ക് തോന്നില്ല. ഡെഫിനറ്റ്ലി നിഫ്റ്റി ഇൻഡെക്സ് വെച്ച് നോക്കിയിട്ടല്ല നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഒരു ചോപ്പിനെസ് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ഓൾമോസ്റ്റ് 1% അപ്പായത് നിഫ്റ്റിയും ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ഏകദേശം ഈ ലെവലിലൊക്കെ ഓപ്പൺ ചെയ്ത് 23,970 അടുത്തൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് എനിക്കിപ്പോൾ കാണുന്നത്. സെയിം സിനാരിയോ വീണ്ടും ഈ ഒരു ചോപ്പി ഫേസിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ സ്ട്രോങ് മൂവ് ടു ഡൗൺ സൈഡ് അല്ലെങ്കിൽ സ്ട്രോങ് മൂവ് ടു അപ്പ് സൈഡ് കിട്ടണമെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാങ്ക് നിഫ്റ്റിയും ഒരു ചോപ്പി ഫേസിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിക്കും ഇങ്ങനൊരു പക്ഷേ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈനൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്ട്രീം ചോപ്പിനെസ് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെൻഡ് ലൈനാണ്. സോ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റിയും ഒരു ചോപ്പി ഫേസിൽ കൂടെ തന്നെയാണ് പോകുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നമുക്കൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. ഐഡിയലി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഈ ഒരു വി ഷേപ്പ് മൂവ്സ് ഒക്കെ വളരെയധികം ഉണ്ടാവുന്നതാണ്. സോ ഈ ഒരു സ്ട്രെങ്ത് വീണ്ടും ഈ ഒരു സ്ട്രെങ്ത് വിസിബിൾ ആവുമെന്ന് നമുക്ക് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇത്. ഇപ്പോൾ ഈ ഒരു ഏരിയ ഒരു വിത്ത് സ്ട്രെങ്ത് തന്നെ അല്ലെങ്കിൽ സ്ട്രോങ് മൂഡോട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റോക്സിലെല്ലാം വളരെയധികം നല്ല ബ്രേക്ക് ഔട്ട്സ്, നല്ല ഒരു മൂവ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 to 25% ഈസി മൂവ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ബ്രെത്ത് അനാലിസിസിലും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഒരു ടോട്ടൽ വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് വിലയിരുത്താം. മിഡ് സ്മോൾ ക്യാപ്പ് 400 ഇൻഡെക്സും നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ചോപ്പി ഫേസിലാണ്. നോക്കി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, വീണ്ടും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു, വീണ്ടും മുകളിലേക്കാണ് പോകുന്നത്. സോ പ്രോപ്പർ ചോപ്പി ഫേസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെടുക്കുന്ന ട്രേഡുകളൊന്നും അധികം വർക്കാവാനുള്ള പ്രോബിലിറ്റിയും കുറവാണ്, റൈറ്റ്? കാരണം ഈ സമയത്തൊക്കെ നമ്മൾ ട്രേഡ് എടുത്ത് ഒരു ലോങ് ടേം അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ ഈ സമയത്തൊക്കെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മേ ബി ഈ ഒരു ഫോളിൽ ചിലപ്പോൾ ആ ട്രേഡുകളിലൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്, റൈറ്റ്? So that is all about mid small cap 400 index. ഇന്ത്യ വിക്സ് വീണ്ടും കൂൾ ഓഫ് ആവും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ റേഞ്ച് തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബ്രെത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് സ്റ്റോക്സ് അബൌട്ട് 200 പീരീഡ് മൂവിങ് ആവറേജ് ഡിക്ലൈനിങ് ആണ്. സോ നമ്മൾ പല വീഡിയോസിലായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യമാണുള്ളത്. ഒരു ട്രേഡറിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്ന് ട്രേഡ് ചെയ്യില്ല, പക്ഷേ ഈസി മണി എൻവിറോൺമെൻറ്റിൽ, അതായത് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ എൻവിറോൺമെൻറ്റിൽ വന്ന് ട്രേഡ് ചെയ്യുകയാണ്. സോ ബേസിക്കലി ഈ ഒരു ഫേസിനകത്ത്, അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫേസിൽ ഈ ഒരു സമയത്തൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണമായിരുന്നു അറ്റ്ലീസ്റ്റ് അത്ര നല്ല മാർക്കറ്റൊന്ന് മാറിക്കാണുന്ന സമയമായിരുന്നു. കാരണം വീണ്ടും ഈ ഒരു ഹൈ ഒന്നും ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പോകുന്ന സമയത്ത് തന്നെ മാർക്കറ്റ് ചോപ്പി ആയിക്കൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാക്കി നമ്മൾ മാറി നിൽക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ നമുക്കൊരു സ്വിംഗ് ട്രേഡ് എന്ന രീതിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം
ഈ ഒരു സമയത്ത് വരുമ്പോൾ തന്നെ ഈ ഒരു ചാർട്ട് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റോക്സ്, നമുക്ക് നമ്മുടെ വാസ്റ്റ് സ്റ്റോക്സും നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്സും അതുപോലെ തന്നെ നമ്മുടെ റീസെൻറ്റ് 1 or 2 3 4 ട്രേഡ്സിൽ എന്ത് സംഭവിച്ചു, എല്ലാത്തരം നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചോ അല്ലെങ്കിൽ ഒട്ടും മൂവ്മെൻറ്റ് തരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം കൂടി ഒരുമിച്ച് ഒരു വ്യൂ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ. സോ ഡെഫിനറ്റ്ലി നമ്മൾ ബ്രെഡ്ത്ത് നോക്കും, ഇൻഡെക്സ് നോക്കും, പോർട്ട്ഫോളിയോ നോക്കും, വാച്ച് സ്റ്റോക്സ് നോക്കും. അതെല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റണം ഐഡിയലി ഇത് നമുക്ക് ഇതൊരു ഗുഡ് കണ്ടീഷനാണോ, ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു ഗുഡ് കണ്ടീഷനാണോ ഇപ്പോൾ മാർക്കറ്റിലുള്ള, അതോ ഒരു ബാഡ് കണ്ടീഷനാണോ മാർക്കറ്റിലുള്ളത് എന്നുള്ളത്. റൈറ്റ്. സ്റ്റോക്സ് അബോ 50 പീരീഡ് മൂവിങ് ആവറേജും ഈ പറയുന്ന 20 പീരീഡ് മൂവിങ് ആവറേജിനെ പോലെ തന്നെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റോക്സ് അബൌട്ട് 200 പീരീഡ് മൂവിങ് ആവറേജ് അറ്റ്ലീസ്റ്റ് 50ൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കണ്ടോ, നമ്മൾ ജൂൺ 12 ശേഷം ഒരു ജൂൺ 12 ഒരു മൂവ് തന്നു. അതിനുശേഷം വരുന്ന ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ക്ലോസുകളെല്ലാം ഒരു 1 or 2 ഡേയ്സിൽ ഡൈ ഓഫ് ചെയ്തതാണ്. 1-2 ഡൈ ഓഫ് വീണ്ടും ഒരു ദിവസത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഡൈ ഓഫ് ചെയ്യുമോ ഇല്ലയോ, അതോ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമോ നമുക്ക് നോക്കി കാണാം. റൈറ്റ്. അപ്പോൾ ഇത് ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഓവറോൾ സിനാരിയോ നമുക്ക് മാർക്കറ്റും മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തും വാച്ച് സ്റ്റോക്സും പോർട്ട്ഫോളിയോയും അങ്ങനെ എല്ലാ കാര്യങ്ങളോടും നോക്കിയിട്ട് വേണം നമുക്ക് ഒരു മാർക്കറ്റിനെ കുറിച്ചൊരു വ്യൂ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ. 52 വീക്ക് ഹൈ ലോ നമ്പേഴ്സ് ആർ ഓക്കെ, അറ്റ്ലീസ്റ്റ് പോസിറ്റീവാണ്. മാർക്കറ്റ് ബ്രെത്ത് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അപ്പ് 4.5% നല്ല നമ്പറാണ്, ഡൗൺ 4.5% അത്ര നല്ല നമ്പറാണ് എനിക്ക് തോന്നുന്നില്ല. ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്, ഓക്കെ ഐ ഗെസ്. സോ എല്ലാം കൂടെ വീണ്ടും നമ്മൾ ഒരു ചോപ്പിനെസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. മാർക്കറ്റ് ഒരു ചോപ്പിയായ എൻവയോൺമെൻറ്റിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ വീണ്ടും ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോൻ്റെ 2.5% അല്ലെങ്കിൽ 5% സൈസസ് വിത്ത് 5 to മാക്സിമം 5% റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ട്രേഡുകൾ നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടാൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ അത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ട്രേഡുകൾ എടുത്ത് നമ്മുടെ ക്യാപിറ്റലിന് പ്രഷർ ഉണ്ടാക്കാതെ ഒരു 1 വീക്കിലോ 2 വീക്കിലേക്കോ മാറി നിൽക്കുക. വീണ്ടും വേണമെങ്കിൽ അപ്പോഴും ആ 1 or 2 വീക്സിൽ മാർക്കറ്റ് വളരെ മോശമായി വീണെന്ന് വരാം, അല്ലെങ്കിൽ നല്ല ചോപ്പായിട്ട് നിന്ന് വരാം. അതിനുശേഷം വീണ്ടും ഒന്ന് ചെറിയ രീതിയിൽ ചെറിയ ട്രേഡുകൾ ട്രൈ ചെയ്ത് നോക്കുക. ആസ് സൂൺ ആസ് ദേ ആർ വർക്കിംഗ് മേ ബി യു ക്യാൻ ട്രൈ ടു ഇംപ്രൂവ്. റൈറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതൽ കൂട്ടാം. അതുപോലെ തന്നെ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് പൊസിഷൻ സൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രസീവ് എക്സ്പോഷർ കൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈലി എക്സ്പോസ്ഡ് മാർക്കറ്റ് ആയിരിക്കും വെൻ വി ആർ റിയലി ഡൂയിങ് വെൽ, ആൻഡ് വെൻ വി ആർ നോട്ട് ഡൂയിങ് വെൽ നമ്മൾ നമ്മുടെ എക്സ്പോഷർ വളരെ അധികം കുറച്ചിട്ടായിരിക്കും ഉണ്ടാവുക മാർക്കറ്റിൽ. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ പ്രോഗ്രസീവ് എക്സ്പോഷറിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഫർദർ ന്യൂ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.